സാറിന്റെ പ്രസംഗം സൂപ്പർ ആയിരുന്നു. സ്വർണ്ണ നാണയൊന്നും വേണ്ട, 50 പൈസ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് കണ്ടുപിടിച്ച് തന്നാ മാത്രം മതി. ചോദിച്ച പോലെ ചൂടുള്ള സൂപ്പ്. മാമ, നാടൻ കോഴിക്കറി, മീൻ കറി, ഞണ്ട്, ചെമ്മീൻ, എന്താ ഞാൻ ഉണ്ടാക്കേണ്ടത്? എല്ലാം ഉണ്ടാക്കിക്കോ. എന്ത് വേണേലും ഉണ്ടാക്കിക്കോ. ഏതെങ്കിലും ഒരു കൈ വിട്ടു തന്നാലേ സൂപ്പ് കുടിക്കാൻ പറ്റൂ. 2 കൈ ഒരുമിച്ച്. താങ്ക്സ് മോളെ. ഒരു 2 ദിവസം ലീവ് വേണമായിരുന്നു. എടുത്തോ സാറേ. എന്ത് സാറേ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മോനെ, 10 ദിവസമായിട്ട് എൻ്റെ പേരക്കുട്ടിയെ കാണുന്നില്ല. എവിടെ കറങ്ങാൻ പോയാലും വരുമെന്ന് വിചാരിച്ചു. അന്ന് ആ കാളവണ്ടി മത്സരം കാണാൻ പോയതാ. ഏതോ ഒരു പെണ്ണുമായി പ്രേമം ഉണ്ടായിരുന്നെന്നാ കേട്ടത്. കൊടിയേരച്ച് അവൻ്റെ അടുത്തോട്ട് ചെന്ന് എന്തിനാണ് ജാതി മാറി പ്രേമിക്കുന്നതെന്നും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നിട്ടേയില്ല. ഒന്നും പേടിക്കണ്ടായിരുന്നല്ലോ സാർ. അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. സാർ പോയി തിരക്ക്. മോനെ, നീയും കൂടി അവിടേക്ക് ഒന്ന് പോയി അന്വേഷിച്ചോ. ശരി സാർ. ഇതെന്താ 7 രൂപ 50 പൈസ 8 രൂപ ടിക്കറ്റിന്? നിങ്ങൾ എനിക്ക് ബാലൻസ് 50 പൈസ തരാനില്ലേ? അത് കഴിച്ച് ബാക്കിയുള്ളത് താ. ഇനി മേലിൽ ആരോടും ചില്ലറ ഇല്ലെന്ന് പറയരുത്. ഇനി ഈ വേലയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഈ 500, 1000 ഒക്കെ നിരോധിച്ച കൂട്ടത്തില് 50 പൈസ കൂടി നിരോധിക്കണമായിരുന്നു. പണ ഇടപാട് ഒരു കലയാണടാ. സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. നിങ്ങളും സൂപ്പറാ. നന്നായി പ്രസംഗിച്ചു. സൂപ്പർ. രണ്ടുപേരും നല്ല സൂപ്പർ ആയിട്ട് സംസാരിക്കുന്നു. എല്ലാരും കളിയാക്കിയപ്പോ നീ മാത്രമാണ് കൈയടിച്ചത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കോളേജില്? ഇല്ലില്ല, അതിനൊക്കെ മുന്നേ. ബസ്സില്? അല്ല, അതിന് മുന്നേ. അതിന് മുന്നേ എപ്പോ? സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ കുടിക്കും ജോളി സോഡ. സന്തോഷത്തിലും സങ്കടത്തിലും ജോളി സോഡ. ഞാൻ ഈ പോസ്റ്റർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പെണ്ണ് സുന്ദരിയാണല്ലോ, ചെന്നൈയിലുള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ചേ. അതെന്താ? സുന്ദരികള് ചെന്നൈയിൽ മാത്രമേ ഉള്ളോ? അല്ലല്ലേ, ഈ മോഡലിംഗ് ഒക്കെ ചെന്നൈയിലല്ലേ ചെയ്യുന്നത്? ഹലോ, ഞാൻ മോഡലൊന്നും അല്ല. അപ്പൊ സിനിമ നടിയാണോ? ഹലോ, ഞാൻ ഓണറാ. എന്തിന്റെ? ജോളി സോഡ കമ്പനിയുടെ. അതല്ല, ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്നെ അഭിനയിക്കാമോ? അതെന്താ? നമ്മുടെ വസന്തൻ കോ ഓണർ, ശരവണ സ്റ്റോഴ്സ് അണ്ണാച്ചി, ലളിത ജ്വല്ലറി ഓണർ എല്ലാവരും അഭിനയിക്കുന്നില്ലേ? അതാണിപ്പോ ഫാഷൻ. ഫാഷൻ TV കാണുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടെന്താണെന്ന്. ഒന്ന് ചുമ്മാ എന്റെ സോഡ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. മിക്സിംഗ് ഒന്നും ഒട്ടും കറക്റ്റ് അല്ല. കള്ളു കുടിക്കുന്ന പിള്ളേർക്ക് വല്ലതും കൊള്ളാം. ഹലോ, കുറച്ച് എസൻസ് ചേർത്തിട്ട്. ഇത് കസ്റ്റമർ കംപ്ലൈന്റ് ആടാ, അവരത് പരിഹരിക്കണം. എടാ, എല്ലാ സ്ട്രീറ്റിലും നമുക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണം. അത് ഞാൻ ഏറ്റു. കണ്ണി, വീട്ടിൽ എത്ര കാറാ ചുമ്മാ കിടക്കുന്നത്? അതിലൊന്നും പോകാതെ വെറുതെ ബസ്സിലൊക്കെ കയറി, അതൊക്കെ നല്ല കാര്യമാണോ? വളരെ നല്ല കാര്യം മാമ. ഇതെല്ലാം ഇനിയാളിന്റെ അച്ഛൻ സമ്പാദിച്ചതാ. എന്നാണോ തില്ലൈ നായകത്തിന്റെ മകൾ സമ്പാദിക്കുന്നത് അന്ന് നമുക്ക് നോക്കാം. അതാണ് നമുക്ക് അന്തസ് മാമ. എന്റെ കൂടെ ബൈക്കിൽ കയറാൻ പോലും ഇവക്ക് വലിയ മടിയാ. എടാ, പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് പാടാ. ഇവള് നമ്മുടെ ചേച്ചിയുടെ മോളല്ലേ, നമ്മളെയൊക്കെ വിട്ട് എവിടെ പോവാനാ? നോക്കാം, വിട്.